അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സിഹർ എന്ന് പറയുന്നത് ക്യാൻസർ പോലെ തന്നെയാണ്. ക്യാൻസർ ഏതുപോലെ ശരീരത്തെ കൊല്ലുന്നുവോ അതിനേക്കാളും ഉപരി മനുഷ്യൻ്റെ ശരീരത്തെയും സമ്പത്തിനെയും ജീവിതത്തെയും മുഴുവനും തിന്നു തീർക്കാൻ കഴിവുള്ളതാണ് സിഹർ. സിഹർ മനുഷ്യനെ ഖബറിലേക്ക് എത്തിക്കും. നല്ല ആരോഗ്യത്തോടെ ജീവിച്ച് നടന്നവർ, നല്ല ധനാഢ്യൻ, നല്ല ബിസിനസ്മാൻ, അതേ സമയത്ത് അവനിക്ക് സിഹർ ബാധിച്ചാൽ ചിലപ്പോൾ അത് കാരണമായി അദ്ദേഹം ശ്മശാനത്തിലേക്ക് പോകേണ്ടി വരും. അള്ളാഹു നമ്മെ എല്ലാവരെയും സാഹിരീങ്ങളെ സിഹറിൽ നിന്ന് കാക്കട്ടെ. അത്തരക്കാരുടെ ചതികളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് ആരെങ്കിലും നിന്നെ ഞാൻ സിഹർ ചെയ്ത് കൊല്ലും എന്ന് പറയുന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം, അവനെ കരുതിയിരിക്കണം. ചിലപ്പോൾ അവനെ പിശാച്ച് ഈ പറഞ്ഞത് ചെയ്യിപ്പിക്കാൻ സാധ്യതയുണ്ട്. മുസ്ലിമായ ഒരു വ്യക്തി അങ്ങനെ സംസാരിക്കാനേ പാടില്ല. ഞാൻ സിഹർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് കാരണമായിട്ട് പറഞ്ഞവൻ ചിലപ്പോൾ വലിയ അപകടത്തിൽ വിട്ടുപോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, സിഹറിനെ സൂക്ഷിച്ചു കൊള്ളണം. അതിൽ കളിക്കാൻ പാടില്ല. അതിൽ പെട്ടുപോയാൽ മാനസികമായും ശാരീരികമായും പൈശാചികമായും വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് എല്ലാ ദിവസവും കിടക്കാൻ പോകുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തിഹ 11 തവണ, സൂറത്തുൽ ഫലക്ക് 11 തവണ, സൂറത്തുൻ നാസ് 11 തവണ, ആയത്തുൽ കുർസി 11 തവണ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്നത് 11 തവണ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്നത് 11 തവണ ഓതി കയ്യിലൂതി ശരീരം മുഴുവനും തടവുക, വെള്ളത്തിലൂതി ആ വെള്ളം കുടിക്കുക. ഇത് ദിവസവും നിങ്ങൾ പതിവാക്കി ചെയ്യുകയാണെങ്കിൽ ഒരു സിഹറും നിങ്ങളിലേക്ക് അടുക്കൂല. സിഹർ കാരണമായിട്ട് നിങ്ങൾ ഖബറിലേക്ക് പോകേണ്ടി വരില്ല. അതുകൊണ്ട് ഇക്കാര്യം മുടങ്ങാതെ എല്ലാ വീട്ടുകാരും എൻ്റെ ശബ്ദം കേൾക്കുന്നവർ രാവിലെയും വൈകുന്നേരവും ചെയ്യുക. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.